ഗിരിപ്രഭാഷണം, ബിയാറ്റിറ്റ്യൂഡ്. ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ് അനുഗ്രഹത്തെക്കുറിച്ചാണ്. ദൈവമക്കളുടെ അനുഗ്രഹങ്ങൾ എങ്ങനെ പ്രാപിക്കുന്നുണ്ട് എന്നുള്ള പോർട്ട്ഫോളിയോ മാനിഫെസ്റ്റോ ആണ്. ഈ നോയമ്പ് കാലങ്ങളിൽ നമുക്ക് ഉചിതമായിട്ടുള്ള വാക്യങ്ങൾ ദൈവം പറഞ്ഞു തരുന്നത് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയാണ്. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ബിയാറ്റിറ്റ്യൂഡ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റ് ജോയ് or a blessing or being blessed in a blissful stage. അതായത് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു ജീവിതമാണ് ബിയാറ്റിറ്റ്യൂഡ് കൊണ്ട് യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്നത്. യേശുവിന് ഇറ്റ് ഈസ് ആക്ച്വലി ദൈവത്തിൻ്റെ ഒരു വലിയ ക്രിസ്തുവിൻ്റെ മാഗ്ന കാർട്ടയായിട്ട് പറയാം. കാരണം സ്വർഗരാജ്യം പണിയുന്നതിന് ഈ ഭൂമിയിൽ ആവശ്യമുള്ളതായിട്ടുള്ള നിബന്ധനകൾ അല്ലെങ്കിൽ നിയമങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കാനായിട്ട്, പ്രത്യേകിച്ച് ശിഷ്യന്മാരെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ശിഷ്യന്മാർ തന്നെയല്ല, ദ ക്രൗഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ധാരാളം ജനങ്ങൾ യേശുവിനെ ഫോളോ ചെയ്തു എന്ന് ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ലാണ് ബിയാറ്റിറ്റ്യൂഡ് എഴുതിയിരിക്കുന്നത്. It's also called the declaration made by Jesus in the Sermon on the Mount. അതായത് കർത്താവ് തൻ്റെ രാജ്യം പണിതെടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഒരാൾ വരുമ്പം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു അംബാസിഡറിനെ ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പോർട്ട്ഫോളിയോ അമേരിക്കൻ ഗവൺമെൻറ് കൊടുത്താണ് വിടുന്നത്, ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ തന്നെ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയായപ്പോൾ ഈ മലയുടെ മുകളിൽ കയറി നിന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശം, ക്രിസ്തു എന്തിനാ വന്നത്, ദൈവരാജ്യവും സ്വർഗരാജ്യവും ഭൂമിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ വ്യക്തമായിട്ടും പറഞ്ഞു തരുന്നതാണ് ദ ബിയാറ്റിറ്റ്യൂഡ്. ദി ആറ്റിറ്റ്യൂഡ് ബ്ലെസ്സിങ്സ് ആണ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ബ്ലെസ്സിങ്സ്. ഈ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അനുഗ്രഹം അല്ലെ സ്വർഗരാജ്യം പണിതുന്നത് ഈ ഭൂമിയിൽ വാങ്ങിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ പണിതെടുക്കുവാൻ തക്കവണ്ണം എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്നത്. ബിയാറ്റിറ്റ്യൂഡ് കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ബിയാറ്റസ്, വിച്ച് മീൻസ് ഹാപ്പി ഓർ ഫോർച്യുനേറ്റ്. ബിയാറ്റസ് മീൻസ് ഇറ്റ്സ് എ ലാറ്റിൻ വേർഡാണ്. അത് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫോർച്യുനേറ്റ്, അതായത് സന്തോഷം അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ നിറഞ്ഞത് എന്ന് പറയാം. ഫോർച്യുനേറ്റ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന മക്കളെന്ന് പറയാം. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഏകദേശം 28 അധ്യായങ്ങളുണ്ട്. 1-ാമത്തെ അധ്യായം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ വംശാവലി, ദൈവത്തിൻ്റെ ജീനിയോളജിയെക്കുറിച്ചാണ് പറയുന്നത്. ദ സെക്കൻഡ് ചാപ്റ്റർ ഈസ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ വിസിറ്റ് ഓഫ് ദ മഗൈ, അതായത് വിദ്വാൻമാർ യേശുവിൻ്റെ ജനനവും യേശു ക്രിസ്തുവിനെ വിദ്വാൻമാർ വന്ന് കണ്ട ഭാഗവുമാണ് 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് വന്നിട്ട് വഴി നിരപ്പാക്കുന്നതിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ബാപ്റ്റിസത്തെക്കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം 3-ല് യോഹന്നാൻ സ്നാപകൻ മുൻപേ വന്നിട്ട് വഴി നിരപ്പാക്കുകയാണ്. സർപ്പസന്തതികളെ അനുതപിക്കുകയും മാനസാന്തരപ്പെടുവിൻ. കറക്റ്റായിട്ടും ഈ 50 നോയമ്പിൻ്റെ ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് ഇവിടെയും ആവശ്യമുള്ളത്. മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ സർപ്പസന്തതികളെ നിങ്ങളുടെ പാപത്തെ വെടിഞ്ഞിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിച്ചു വരിക. അപ്പം അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണല്ലോ യേശു ക്രിസ്തു അങ്ങനെ ബാപ്റ്റിസ്റ്റ് അങ്ങനെ പറയാനിടയായത്. പിന്നെ 4-ാമത്തേതിൽ 40 days of fasting, the test and his ministry started. 4-ാം അധ്യായം എന്ന് പറയുമ്പം 40 ദിവസം യേശു ക്രിസ്തു ഉപവസിക്കുകയും അത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിയോഗിച്ച് പിശാചിൻ്റെ ടെസ്റ്റിന് ജയിക്കുന്ന ഭാഗവുമാണ് നമ്മൾ പിന്നെ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുകയാണ്. 5-ാം അധ്യായത്തിലാണ് കർത്താവിൻ്റെ സെർമൺ ഓൺ ദ മൗണ്ട്. അവിടെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്.
ഇത് അറിഞ്ഞിരിക്കണം. കാരണം പിന്നുള്ളതെല്ലാം സ്വർഗരാജ്യം പണിയാൻ വേണ്ടി യേശുക്രിസ്തു എന്തെല്ലാം ചെയ്തു, ശിഷ്യന്മാരെ വിളിച്ചു മാറ്റി, അവരെ എങ്ങനെ പഠിപ്പിച്ചു, പോകുന്നതിന് മുമ്പ് എന്തെല്ലാം ഉപദേശം കൊടുത്തു, കർത്താവിൻ്റെ ക്രൂശ് മരണം, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ, ഇതെല്ലാമാണ് പിന്നെ എഴുതി വെച്ചിരിക്കുന്നത്. കിങ്ഡം, സ്വർഗരാജ്യത്തെ പണിയാൻ. കിങ്ഡം തന്നെ 2 തരത്തിലുണ്ട്, ദൈവരാജ്യവും സ്വർഗരാജ്യം. ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അപ്പോൾ ക്രിസ്തു യോഹന്നാൻ സ്നാപകൻ വിളിച്ചു, സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം കടന്നു വന്നിരിക്കുന്നു. എന്നാൽ ക്രിസ്തു വിളിച്ചു പറയുമ്പം ദൈവരാജ്യം ഇവിടെ വന്നിരിക്കുന്നു. കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ ഉൾക്കൊള്ളുന്ന പൂർണ്ണ മനുഷ്യനായിട്ട് വന്ന ആളാണ്. അപ്പം ദൈവരാജ്യവും സ്വർഗരാജ്യവും, ആദ്യ ദൈവരാജ്യം നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം പണിയുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇറ്റ് ഈസ് പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ദൈവരാജ്യം. അതായത് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രാജ്യം എൻ്റെ ഉള്ളിൽ വരണം, എങ്കിലേ ചുറ്റുപാടും അത്. ഇപ്പം എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരണമെങ്കിൽ എന്നിൽ ആദ്യമേ ദൈവാത്മാവ് വരണം. അത് കഴിയുമ്പോഴേ എനിക്ക് സ്വർഗരാജ്യം, അതായത് സ്വർഗത്തിൻ്റെ നിയമങ്ങളും നിബന്ധനകളും ചുറ്റുപാട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവരാജ്യവും സ്വർഗരാജ്യവും പണിതെടുക്കാൻ യേശുക്രിസ്തു വന്നപ്പോൾ ബിയാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗിരിപ്രഭാഷണം, ഈ ഗിരിപ്രഭാഷണം യേശു എന്ന് ഇട്ട പേരല്ല, ആ പേരുകൾ പിന്നെ ഇടുന്നതാണ്. അപ്പോൾ കർത്താവ് മലയുടെ മുകളിലേക്ക് വായിച്ചു നോക്കാം എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന്. യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അവിടെ ഇത്രയും വെച്ച് നിർത്താം. ഈ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ 8 പ്രാവശ്യത്തോളം ഭാഗ്യവാന്മാരാകുന്ന എന്താണ്, എങ്ങനെയാണ് എന്ന് ലക്കടിപ്പല്ല. ഭാഗ്യവാന്മാർ പറഞ്ഞാൽ സങ്കീർത്തനം 1 പറയുന്ന ഭാഗ്യവാന്മാർ, അതായത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവാനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ദ വേൾഡ്ലി ലക്കടിപ്പ്. വേൾഡ്ലി ലോകപ്രകാരമായ സുഖഭോഗങ്ങളെക്കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലോകപ്രകാരമായ ആവശ്യങ്ങളെല്ലാം ക്രിസ്തു ഇതോടുകൂടെ തരുന്നുമുണ്ട്. ആദ്യമേ യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് അന്തരാത്മാവ് ജീവിക്കണം. നമ്മളൊരു ഇന്നർ മാൻ, അതായത് എന്നിലുള്ള അകത്തെ അകത്തൊരു മനുഷ്യൻ ഉണ്ടാകണമല്ലോ. അകത്തെ മനുഷ്യൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അകത്തെ മനുഷ്യൻ മരിച്ചു പോയിരിക്കുകയായിരുന്നു നേരത്തെ. കാരണം ദൈവം ഏദൻ തോട്ടത്തിൽ ആദത്തിനെ അവയും സൃഷ്ടിച്ചപ്പോൾ തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചപ്പം പിതാപുത്ര പരിശുദ്ധാത്മാ തൃത്വമായതുപോലെ തന്നെ ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള 3 ഘടകങ്ങളും നമുക്ക് തന്നിരുന്നു. ഈ ആത്മാവാണ് പരിപോഷിക്കപ്പെട്ടത്. അതായത് ആത്മാവ് ദൈവത്തിൻ്റെ ഗ്ലോറി കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഈ ഗ്ലോറി എന്ന് പറയുന്നത് തൻ്റെ മഹത്വമാണ്. ഈ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും പരിശുദ്ധാത്മാവ് വരാതെ മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ ദൈവമഹത്വം നമ്മളിൽ ഉണ്ട് എന്നും നമ്മൾ ദൈവത്തെ പോലെ ആണ് എന്നുള്ള ചിന്ത എന്നിൽ വരുമ്പം നമുക്ക് രൂപാന്തരം വരും, മാറ്റം വരും. ഈ ആദവും ഏദൻ തോട്ടത്തിൽ സകല അനുഗ്രഹങ്ങളും കൊടുത്താണ് ദൈവം സൃഷ്ടിച്ചത്. ഒരപ്പൻ തൻ്റെ മകളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കരുതുന്ന ഒരപ്പൻ എല്ലാം കരുതി ഒരുക്കി വെച്ചിട്ട് പറഞ്ഞു വിടുന്നത് പോലെ അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുന്നത് പോലെ തന്നെയാണ് ദൈവം തമ്പുരാൻ ആദത്തിനെ
ഏദൻ തോട്ടത്തിലാക്കി വെച്ചത്. സകല സുഖങ്ങൾ, ചിലപ്പോൾ ഞാൻ വിചാരിക്കും സുഖം കൂടിപ്പോയോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിശാച് വന്നിട്ട് ടെംപ്റ്റ് ചെയ്യാണ്, ദൈവത്തെ പോലെ ആകണമെന്ന്. ദൈവം സ്വന്തം അപ്പനാകുമ്പം മക്കൾ ദൈവത്തെ പോലെ അല്ലേ? പക്ഷേ പെട്ടെന്ന് മറന്നുപോയി. അവർ ദൈവമാണ് എൻ്റെ സൃഷ്ടാവ് എന്ന് മറന്നിട്ട് അവ മണ്ടത്തരം കാണിക്കുന്നു. പിശാച് പറഞ്ഞതുപോലെ ദൈവത്തിന് വിപരീതമായിട്ട് നന്മതിന്മയുടെ ഫലം കഴിക്കുകയും അതോടുകൂടി ദൈവത്തിൻ്റെ ഗ്ലോറി, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്നേരം ഇല്ലാതാകുകയാണ്. അത് കർത്താവ് പറയുന്നുണ്ട്, നീ ഫലം കഴിക്കുന്ന നാളിൽ നീ മരിക്കും. ജഡമല്ല അന്നേരം മരിച്ചത്, ആദ്യം മരിച്ചത് ആത്മാവാണ്. പിന്നെ നമ്മൾ ദൈവത്തെ എത്ര നമ്മുടെ രണ്ട് ബാക്കി ഭാഗം, അതായത് ദേഹി ലെവലിലും ശരീരത്തിൻ്റെ ലെവലിൽ എത്ര മനസ്സുകൊണ്ട് ചിന്തിച്ചാലും ഈ ദൈവം ആരെയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ദർ ഇസ് എ ബിഗ് സെപ്പറേഷൻ. വിട്ടുമാറിപ്പോയി ദൈവത്തിൽ നിന്ന്. അപ്പം ദൈവം അറിയാഞ്ഞിട്ടൊന്നും അല്ല, ദൈവം ആദത്തിനെ വന്ന് വിളിക്കുമ്പോൾ ആദം ഒളിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ഭാഗമുണ്ട്, ഉൽപ്പത്തി 3:7 ദൈവം വന്ന് വിളിക്കുമ്പോൾ ആദം ഒളിച്ചിരിക്കുന്നു. നഗ്നനെന്ന് മനസ്സിലാക്കി ആദം ഒളിച്ചിരുന്നു. ഇതുവരെ ആദത്തിന് ഗ്ലോറി കൊണ്ട്, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് പൊതിഞ്ഞിരുന്ന ആദത്തിന് നഗ്നനാണെന്ന് തോന്നിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് പാപം അവനെ മൂടിക്കഴിഞ്ഞിട്ട് ആത്മാവ് മരിച്ചു. അപ്പം ആത്മാവ് മരിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധം പോകുന്നു. ആ ബന്ധത്തെ തിരിച്ചു തരുവാൻ വേണ്ടിയാണ്, ആ ബന്ധത്തെ, അതായത് ദൈവവും മക്കളുമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചു തരാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്ന് സ്വർഗരാജ്യം ഇവിടെ പണിയാൻ. അപ്പം ഏദൻ തോട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന ആദി അനുഭവത്തിലേക്ക് ക്രിസ്തു നമ്മളെ തിരിച്ച് വിളിക്കുകയാണ്. അവിടെയാണ് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വളരെ പ്രധാനമാണ്. കാരണം ഞാൻ എന്തിനാ വന്നതെന്ന് വ്യക്തമായിട്ടും യേശുക്രിസ്തു ജനങ്ങളോടും ശിഷ്യന്മാരോടും വിളിച്ച് പറയുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ, കുറേ ദിവസങ്ങളിൽ സെർമൺ ഓഫ് ദ മൗണ്ട് മാത്രം എടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വളരെ ആഴമേറിയ വിധത്തിൽ പരിശുദ്ധാത്മാ ആഴിയെ വിളിക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഗാഠമായ ചിന്തകളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധൻ, നീതിയും നടപ്പും വിശ്വസ്തതയും വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനുമായ ദൈവം ഇതാ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് വിളിച്ചു പറയുകയാണ്, ഇതാ സ്വർഗരാജ്യം പണിയാൻ സമയമായി. ദൈവരാജ്യം കടന്നു വന്നിരിക്കുന്നു. അതാ നമുക്ക് സ്വർഗരാജ്യം പണിതെടുക്കാം. അപ്പോൾ ദൈവരാജ്യം ഇവിടെ പണിയാൻ തക്കവണ്ണം കർത്താവെ അത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരാൾ ഇതുവരെ വന്നില്ല. കർത്താവിൻ്റെ പരിശുദ്ധനായ ദൈവം പുത്രൻ തമ്പുരാനെ അയച്ചപ്പോൾ പുത്രൻ വന്ന് വിളിച്ചു പറയുകയാണ്, ഇതാ ദൈവരാജ്യം ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്ന്. മാനസാന്തരപ്പെടണം. കർത്താവ് മനസ്സിനൊരു രൂപാന്തരമാണ് വേണ്ടത് ഇവിടെ. മനസ്സിന് രൂപാന്തരപ്പെടണമെങ്കിൽ മനസ്സിന് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെ സാധിക്കും? പക്ഷേ അതുകൊണ്ട് അവിടുന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന് പരസ്യ ശുശ്രൂഷയ്ക്ക് തുടങ്ങിയപ്പോൾ സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തുവിൻ്റെ ആ പോർട്ട്ഫോളിയോ അല്ലെ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടും മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ശിഷ്യന്മാരോടും വന്ന ജനത്തോടും പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കർത്താവേ, എൻ്റെ ആത്മാവ് കൂടാതെ ഇത് പഠിക്കാനൊക്കത്തില്ല. കർത്താവേ, ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് ഇതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ ഭാഗ്യവാനെന്ന് ക്രിസ്തു ഉദ്ദേശിച്ച പദവിയിലേക്ക്, ഏദൻ തോട്ടത്തിൽ ആദത്തിനെ അവയും സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നീ അവിടുന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ. അതിനുവേണ്ടിയാണല്ലോ പുത്രൻ തമ്പുരാൻ നഷ്ടപ്പെട്ട തൻ്റെ ആടുകളെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് കടന്നു വന്ന് കുറച്ച് പേരുടെയെങ്കിലും ഹൃദയങ്ങളെ തുറന്നിട്ട്, ഞാൻ ദൈവത്തിൻ്റെ ആടാണ്, ഇതുവരെ നടന്ന വഴികളെല്ലാം തെറ്റിപ്പോയി, വെറുതെ മുള്ളും പറക്കാരെ അധ്വാനവും കഷ്ടപ്പാടുമായിട്ട് നടക്കുന്നിടത്തുനിന്ന് തിരിച്ച് സ്വസ്ഥതയുള്ള ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെന്നിട്ട് പിതാവാം ദൈവത്തെ കാണുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിലെ വചനം പ്രയോജനപ്പെടുത്തണമേ നാഥ. ഇന്നുവരെയും നീ അങ്ങേയറ്റം വിശ്വസ്തത കാണിച്ചു. വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവമാണെന്ന് കാണിച്ചു തന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് കർത്താവെ, ആത്മാവിൻ്റെ തീഷ്ണതയോടെ നിൻ്റെ കാൽപ്പാത്തി അല്പനേരം വന്നിരുന്നിട്ട് ഈ ബിയാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സെർമൺ ഓൺ ദ മൗണ്ട് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നും എന്തിനാണത് പറഞ്ഞു തരുന്നതെന്നും മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ദയാലുവും കരുണയും കൃപയും
ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുത്രൻ തമ്പുരാൻ ഞങ്ങളുടെ കൂടെ വസിക്കാൻ അത് കർത്താവേ നിൻ്റെ പ്രമോദം മനുഷ്യ മക്കളോടുകൂടിയാണ്. പക്ഷേ സ്വർഗരാജ്യം ഉണ്ടാക്കാതെ ദൈവത്തിന് ഇവിടെ വസിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് സ്വർഗരാജ്യം പണിതെടുക്കുവാൻ ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരെയും അടിയനെ ഒരുപോലെ എടുത്തുപയോഗിച്ച് ഇവിടെ സ്വർഗരാജ്യം പണിതെടുക്കാൻ ആദ്യം അവനവൻ്റെ ഹൃദയത്തിൽ, പിന്നെ കർത്താവെ ചുറ്റുപാടും ഭവനങ്ങളിൽ, ദേശത്തെ ചുറ്റുപാടും, നമ്മൾ പോകുന്ന സഭകളിൽ, എവിടെയാണില്ല അവിടെയൊക്കെ ഈ രാജ്യമുണ്ടാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.